ഇത്രയും ജനദ്രോഹപരമായ ഒരു സർക്കാർ കേരള ജനത ഈ അടുത്ത കാലത്ത് കണ്ടിട്ടില്ല. വളരെ ചുരുങ്ങിയ കാലം കൊണ്ട് തന്നെ ആരോഗ്യരംഗം താറുമാറാക്കി. നേരെയാക്കുന്നതിൽ പ്രക്ഷോഭത്തിലേക്ക് പോകാമെന്ന് വിചാരിക്കുമ്പോൾ അവരുടെ പാർട്ടിക്കാർ തന്നെ രംഗത്തേക്ക് വരുന്നൊരു സാഹചര്യം, അവർക്ക് പോലും സഹിക്കാൻ കഴിയാത്ത വിധത്തിലേക്ക് സമരങ്ങൾ തുടർന്നുകൊണ്ടിരിക്കുകയാണ്. KSU വരെ മുഖ്യമന്ത്രിക്കെതിരായി സമരം നടത്തുകയാണ്. ആ രീതിയിലുള്ള കേരളത്തിൽ വൈദ്യുതി 10 വർഷമായിട്ട് തിരിച്ചറിയാത്ത ജനത ഇന്ന് വൈദ്യുതി പവർ കട്ട് എന്താണെന്ന് തിരിച്ചറിയുന്ന അവസ്ഥയിലേക്ക് മാറുന്നു. പിന്നെ പകർച്ചവ്യാധികളാൽ ആസ്പത്രികളാകെ പകർച്ചവ്യാധികളാൽ നിറയപ്പെട്ടിരിക്കുന്നു. സകലമാന നുണപറച്ചിലുകൾക്കും യാതൊരു പരിഹാരവും ഉണ്ടാക്കാൻ ഈ ഗവൺമെൻറ്റിന് കഴിഞ്ഞിട്ടില്ല എന്ന് മാത്രമല്ല, തുടർന്നങ്ങോട്ടുള്ള എല്ലാ പ്രവൃത്തികളും വർഗീയ ശക്തികൾക്ക് കീഴ്പ്പെട്ടുകൊണ്ടുള്ളതാണെന്നും അതുകൊണ്ട് BJPക്ക് UDF ഭരിക്കുന്നതാണ് നല്ലതെന്ന് തെളിയിച്ചുകൊണ്ടിരിക്കുകയാണെന്നും മാത്രം പറഞ്ഞുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ നിർത്തുന്നു. İnkılap zindabad. İnkılap zindabad. İnkılap zindabad. İnkılap zindabad. CPIM zindabad. CPIM zindabad. CPIM zindabad. CPIM zindabad. വൈദ്യുതി പ്രതിസന്ധി പരിഹരിക്കുക. വൈദ്യുതി പ്രതിസന്ധി പരിഹരിക്കുക. വൈദ്യുതി പ്രതിസന്ധി പരിഹരിക്കുക. വൈദ്യുതി പ്രതിസന്ധി പരിഹരിക്കുക. പവർ കട്ട് അവസാനിപ്പിക്കുക. പവർ കട്ട് അവസാനിപ്പിക്കുക. പവർ കട്ട് അവസാനിപ്പിക്കുക. പവർ കട്ട് അവസാനിപ്പിക്കുക. ലോഡ് ഷെഡിംഗ് അവസാനിപ്പിക്കുക. ലോഡ് ഷെഡിംഗ് അവസാനിപ്പിക്കുക. ലോഡ് ഷെഡിംഗ് അവസാനിപ്പിക്കുക. ലോഡ് ഷെഡിംഗ് അവസാനിപ്പിക്കുക. കേരള ഗവൺമെന്റ് നീതി പാലിക്കുക. കേരള ഗവൺമെന്റ് നീതി പാലിക്കുക. കേരള ഗവൺമെന്റ് നീതി പാലിക്കുക. കേരള ഗവൺമെന്റ് നീതി പാലിക്കുക. സതീശൻ BJP കൂട്ടുകെട്ട് അവസാനിപ്പിക്കുക. സതീശൻ BJP കൂട്ടുകെട്ട് അവസാനിപ്പിക്കുക. സതീശൻ BJP കൂട്ടുകെട്ട് അവസാനിപ്പിക്കുക. സതീശൻ BJP കൂട്ടുകെട്ട് അവസാനിപ്പിക്കുക. കേരളത്തിലെ ജനങ്ങളെ രക്ഷിക്കുക. കേരളത്തിലെ ജനങ്ങളെ രക്ഷിക്കുക. കേരളത്തിലെ ജനങ്ങളെ രക്ഷിക്കുക. കേരളത്തിലെ ജനങ്ങളെ രക്ഷിക്കുക. ഇൻക്ലാബ് സിന്ദാബാദ്. ഇൻക്ലാബ് സിന്ദാബാദ്. ഇൻക്ലാബ് സിന്ദാബാദ്. ഇൻക്ലാബ് സിന്ദാബാദ്. UDF അധികാരത്തിൽ വന്ന് കഴിഞ്ഞ 10 വർഷക്കാലം LDF ഗവൺമെൻറ് നടപ്പിലാക്കിക്കൊണ്ടുവന്ന വികസന പദ്ധതികൾ എല്ലാം തന്നെ അട്ടിമറിക്കുകയുണ്ടായത്. നമ്മുടെ നാട്ടിൽ പൂക്കിച്ചിരീകരിച്ച് ജനങ്ങളെ പറ്റിച്ചുകൊണ്ടാണ് UDF ഗവൺമെൻറ് അധികാരത്തിൽ വന്നത്. അധികാരത്തിൽ വന്ന് നിങ്ങളെന്ന് ഹോസ്പിറ്റലിലെ അവസ്ഥകളെടുത്ത് നോക്കിയാൽ മതി. ഒരു ഓപ്പറേഷൻ ചെയ്യാനും ടോർച്ചിൻ്റെ വെളിച്ചത്തിലാണ് കാര്യങ്ങളെല്ലാം നടന്നുകൊണ്ടിരിക്കുന്നത്. അതുപോലെ തന്നെ പവർ കട്ട് 2-3 മണിക്കൂർ വെച്ചാണ് ഓരോ കുടുംബത്തിൽ പവർ കട്ട് നടന്നുകൊണ്ടിരിക്കുന്നത്. ഇത്രയും ജനദ്രോഹപരമായ ഒരു സർക്കാർ കേരള ജനത ഈ അടുത്ത കാലത്ത് കണ്ടിട്ടില്ല. ഏതൊരു സർക്കാരിനും ഒരു ഹണിമൂൺ കാലാവധിയുണ്ട്. നമ്മൾ 6 മാസമൊക്കെ കൊടുക്കും. ഇത് 6 മാസം പോയിട്ട് ഒരു 6 ദിവസം പോലും വളരെ കേരളത്തിലെ ജനങ്ങളെ ദ്രോഹിക്കുന്ന ഒരു സർക്കാരാണ് ഇതുണ്ടായത്. ഇപ്പം നിങ്ങൾക്കറിയാം, ഈ ഡൽഹിയിൽ സമരം നടന്നു. ഇപ്പോൾ പാറ്റ എന്ന് പറയുന്ന നേരത്തെ സമരം നടന്നപ്പോൾ ഇവിടെ ഇടതുപക്ഷ പാർട്ടികളും SFI, DYFI തുടങ്ങിയ സംഘടനകളും അതിൽ മുൻപന്തിയിൽ നിന്നപ്പോൾ കോൺഗ്രസ് ഏറ്റവും അവസാനം അതിൻ്റെ അകത്ത് സമരം ഹൈജാക്ക് ചെയ്യാനുള്ള രീതിയിൽ വന്നു. അതിൻ്റെ ക്രെഡിറ്റ് എടുക്കാൻ നോക്കിയപ്പോൾ സോഷ്യൽ മീഡിയയിൽ ഉൾപ്പെടെ കോൺഗ്രസിൻ്റെ ദേശീയ അധ്യക്ഷനെയൊക്കെ ട്രോളോട് ട്രോളാണ്. ഇനി ഒരു ഭരണം, ഇത്രയും നല്ലൊരു ഭരണം 10 വർഷം കാഴ്ചവെച്ച പിണറായി വിജയനെ മതസംഘടനകളെ കൂട്ടുപിടിച്ചുകൊണ്ട് ഇല്ലാക്കഥകൾ പ്രചരിപ്പിച്ചുകൊണ്ട് പുറത്താക്കിയ എല്ലാ ജനങ്ങളും തന്നെ ഇപ്പോൾ പശ്ചാത്തപിച്ചുകൊണ്ടിരിക്കുകയാണ്. വളരെ ചുരുങ്ങിയ കാലം കൊണ്ട് തന്നെ ആരോഗ്യരംഗം താറുമാറാക്കി. സ്ത്രീ സുരക്ഷയുടെ കാര്യം താറുമാറാക്കി. പൊതുഗതാഗതം കഴിഞ്ഞ സർക്കാർ കൊണ്ടുവന്ന് പൊതുഗതാഗതം ഇല്ലാണ്ടാക്കി. ഇനി ഒരു രീതിയിലും ഈ സംസ്ഥാനം പിന്നോട്ട് പോകാനില്ല. അപ്പോൾ ഇനി വരുന്ന ആളുകളിൽ നമുക്ക് ശക്തമായിട്ട് തന്നെ ഈ ഗവൺമെൻറ്റിന് പ്രതിഷേധിക്കേണ്ടതുണ്ട്. ബാക്കിയുള്ള കാര്യങ്ങളെല്ലാം ഇവിടെ നമ്മുടെ നേതാക്കന്മാരെല്ലാവരും സംസാരിച്ചിട്ടുണ്ട്.